അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സാഹിത്യോത്സവിൽ പങ്കെടുക്കാനെത്തിയ പ്രതിഭകൾ, കണ്ണൂർ ജില്ല 31ാമത് എഡിഷൻ സാഹിത്യോത്സവിൻ്റെ സമാപ്തിയിലേക്ക് നീങ്ങുന്ന ഈ സമയത്ത് ജില്ലയിലെ 500-ലേറെ വരുന്ന യൂണിറ്റുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 170 ഇനങ്ങളിൽ മത്സരിക്കാനെത്തിയ പ്രിയപ്പെട്ട കൂട്ടുകാരോട് വിശിഷ്ടരായ നമ്മുടെ ഉസ്താദുമാരൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും മതത്തിനും ഉപയുക്തമാകും വിധത്തിൽ ശേഷികളും പ്രതിഭാത്വവും ഉപയോഗിക്കുകയും മികച്ചൊരു ഭാവിയെ സ്വപ്നം കണ്ടുകൊണ്ട് സാമൂഹിക ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടപെടാനും പ്രവർത്തിക്കാനുമുള്ള പ്രചോദനം നേടി നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയും വേണം. ഡിവിഷൻ, ജില്ലാ, സംസ്ഥാന സാഹിത്യോത്സവങ്ങളിലൊക്കെ വിവിധ തീമുകളെ അപഗ്രഥിച്ചുകൊണ്ടുള്ള ചർച്ചകളും സംവാദങ്ങളും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ സാഹിത്യോത്സവിൻ്റെ ഭാഗമായി സംഘടന വയ്ക്കുന്നുണ്ട്. അടിസ്ഥാന വർഗങ്ങളുടെ ജീവിതവും അവരുടെ വ്യാവഹാരികമായ ഭാഷയും സർഗാത്മകതയും ഒക്കെയാണ് കണ്ണൂർ ജില്ലാ സാഹിത്യോത്സവിൻ്റെ പ്രമേയമായി സ്വീകരിച്ചത്. കീഴാളരുടെയും അധസ്ഥിതരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും ഒക്കെ ആത്മരോഷം തിളയ്ക്കുന്ന അലങ്കാരരഹിതമായ പരുഷപദങ്ങളാൽ ചേർത്തുവെക്കപ്പെട്ട സാഹിത്യവും സാഹിത്യ പ്രവർത്തനങ്ങളും ഭാഷയും ഒക്കെ പലതരം സമൂഹങ്ങളുടെ പ്രകാശനങ്ങളായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പലതരം നാട്യങ്ങളോടും പലതരം ആസക്തികളോടും പലതരം അതീശത്വങ്ങളോടുമുള്ള പ്രതിഷേധമായി ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും മുന്നോട്ടു പോകാനുള്ള ഊർജത്തിൻ്റെയും പ്രതീകങ്ങളായി സാഹിത്യത്തെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും പല കാലങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാമൂഹിക ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലകളായ ജനാധിപത്യവും സ്വാതന്ത്ര്യം, നീതി, സമാധാനം തുടങ്ങിയ മനുഷ്യന് അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ കൂടെ ഭാഗമായി രൂപപ്പെട്ടതാണ് ഇത്തരം എല്ലാ ആഖ്യാനങ്ങളും സാഹിത്യ പ്രവൃത്തികളും. പലതരം കാരണങ്ങളാൽ അടിച്ചമർത്തപ്പെട്ടവർ സമൂഹത്തിലുണ്ട്. അത്തരം എല്ലാ അതീശത്വങ്ങളെയും അതിജയിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് ഭാഷ വേണമായിരുന്നു. അത് കേവലം ഭാഷയല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഭാഷയും അക്ഷരങ്ങളും അല്ല, മറിച്ച് തങ്ങളുടെ അനുഭവങ്ങളെ, സ്വാനുഭവങ്ങളെ മറ്റുള്ളവരുടേത് കൂടെയാക്കി ഭാവനാത്മകമായി അവതരിപ്പിക്കുകയും തങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്ന് മുന്നോട്ട് പോകാനും ഈ പ്രതിസന്ധികൾ അതിജയിക്കാനുള്ള സമരങ്ങളിൽ കൂടെ നിൽക്കാനും ഒരു സമൂഹത്തെ അവർക്ക് ക്ഷണിക്കണമായിരുന്നു. അതുകൊണ്ട് ഈ അടിച്ചമർത്തപ്പെട്ടവരും അധസ്ഥിതരുമായ സമൂഹം രൂപപ്പെടുത്തിയ സാഹിത്യ സർഗാത്മകമായ വ്യവഹാരങ്ങൾ മുഴുവനും അത് കേവലം നേരം പോക്കിൻ്റെതായിരുന്നില്ല, അതവരുടെ ജീവിതമായിരുന്നു, അതൊരു സമരമായിരുന്നു, അതൊരു സമര പ്രഖ്യാപനമായിരുന്നു, തങ്ങളുടെ ജീവിതത്തിന്റെ വീണ്ടെടുപ്പായിരുന്നു. ആ അർത്ഥത്തിൽ സാഹിത്യത്തെയും സർഗാത്മക വ്യവഹാരങ്ങളെയും ഏറ്റെടുത്തതിൻ്റെ പരിണിത ഫലം കൂടെയാണ് നമ്മൾ ഇന്നീ കാണും വിധത്തിൽ എല്ലാ ജനങ്ങളും ചേർന്ന് നിൽക്കുന്ന സാഹിത്യ സംഗമങ്ങൾ നടത്താനുള്ള സ്പേസുകൾ നമുക്ക് ലഭിച്ചത്. അധിക്ഷേപത്തിന്റെ പദമായി നീഗ്രോ എന്ന പദം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ തൊലിയുടെ നിറമാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ ആ നിറത്തെ തന്നെ ഞങ്ങളുടെ അസ്തിത്വത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഏറ്റെടുക്കാം. ബ്ലാക്സ് എന്ന, കറുത്ത വിഭാഗം എന്ന്
ഞങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ പ്രകാശന മുദ്രയായി ഞങ്ങൾ ആ വാക്ക് തന്നെ ഏറ്റെടുക്കാമെന്ന ഒരു പ്രതിഷേധത്തിന്റെ സ്വരമുണ്ട്. ബ്ലാക്സ് ലിറ്ററേച്ചർ, കറുത്ത വിഭാഗത്തിന്റെ സാഹിത്യമടക്കം അങ്ങനെ തന്നെ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കീഴാളർ എന്ന് വിളിക്കപ്പെട്ടവരാണല്ലോ ദളിതർ എന്ന് മുറിച്ചു മാറ്റപ്പെട്ടവർ എന്നൊരു പ്രതിഷേധത്തിന്റെ കൂടെ പദമായി ആ പദത്തെ, ദളിത് എന്ന പദത്തെ സ്വീകരിച്ചത്. പാരമ്പര്യമായി വരേണ്യമായി സൂക്ഷിച്ചിരുന്ന സാഹിത്യ സങ്കല്പങ്ങളെയും മേൽക്കോയ്മകളെയും ചോദ്യം ചെയ്യുകയും നിവർന്നു നിൽക്കുകയും ചെയ്തു ആ സമൂഹമൊന്നാകെ. കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയും ചങ്ങമ്പുഴയുടെ വാഴക്കുലയൊക്കെ അതിനുള്ള ഏറ്റവും നല്ല തെളിവുകളാണ്. പലതരം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന സമൂഹത്തിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രകാശനങ്ങളായി, ഒരു കാലത്തിന്റെ സർഗമുദ്രകളായി, നമുക്കിന്നും ക്ലാസിക്കുകളായി നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന, പാടുകയും വായിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അനേകം രചനകൾ മലയാളത്തിലടക്കം രചിക്കപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ മേൽ പ്രയുക്തമാകുന്ന രാഷ്ട്രീയമായ മേലധികാരത്തെയും അടിമത്തത്തെയും ഒക്കെ ചോദ്യം ചെയ്യുകയും എല്ലാത്തരം അയുക്തികരമായ അധികാരദാഷ്ട്യങ്ങൾക്ക് മുമ്പിൽ തോറ്റുമടങ്ങാതെ അഭിമാനബോധത്തോടെ നിൽക്കുകയും ചെയ്തതിൻ്റെ ചരിത്ര പശ്ചാത്തലം കൂടെ നമ്മുടെ സാഹിത്യ പ്രവർത്തനങ്ങൾക്കെമ്പാടും പറയാനുണ്ട്. നമ്മിൽ മൂല്യബോധത്തിന്റെ അടിത്തറ പാകുകയും ജാഗ്രതയുടെ ഒരു മേൽക്കൂര കെട്ടിയെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരം സാഹിത്യ ഇടപെടലുകളും സർഗാത്മക സംഗമങ്ങളും. അപ്പോഴും നമുക്കിടയിൽ ഒരു ചോദ്യമുണ്ട്, ഈ സാഹിത്യ പ്രവർത്തനങ്ങളുടെ കർത്തൃത്വം ആരിൽ നിക്ഷിപ്തമാണ് എന്ന്. പാരമ്പര്യമായി അങ്ങനെ ഒരു വരേണ്യ ശക്തികൾ മാത്രം കൈകാര്യം ചെയ്തു വന്നിട്ടുണ്ട് ഈ സാഹിത്യ പ്രവർത്തനങ്ങളെയും അതിന്റെ ശ്രേണികളെയും. സാമൂഹിക ഘടനയിൽ ഉന്നതരായി നിൽക്കുന്നവർ മാത്രം കൈകാര്യം ചെയ്യുകയും ആ ഉന്നതിയിൽ നിന്നുകൊണ്ട് അടിച്ചമർത്തപ്പെട്ടവരെ സംബോധനം ചെയ്യുന്നതും അല്ല സാഹിത്യമെന്നും, മറിച്ച് എല്ലാത്തരം വിഭാഗങ്ങളുടെയും പ്രതിനിധാനങ്ങളായി രൂപപ്പെടേണ്ട അവരുടെ ഭാഷയുടെ, സംസ്കാരത്തിന്റെ, ജീവിതത്തിന്റെ ആത്മാവിഷ്കാരങ്ങളായി മാറേണ്ടതുമാണ് കലകളും സാഹിത്യങ്ങളും സർഗാത്മക പ്രവർത്തനങ്ങളും എന്ന തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. തലമുറകൾ കൈമാറി കിട്ടിയ ഈ സമരബോധ്യങ്ങൾ ഓരോ തെരുവുകളിലും പ്രക്ഷുബ്ധാവസ്ഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മണ്ണിൽ വേരാഴ്ത്തിയിട്ടില്ലാത്ത, മണ്ണിലിറങ്ങിയിട്ടില്ലാത്ത, സമൂഹത്തിൽ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടില്ലാത്ത ഏത് സമൂഹമാണ് ഇവിടെ അഭിമാനത്തോടു കൂടെ ജീവിച്ചത്? അപ്പോഴും അവിടെ അധികാരത്തിന്റെ, സാമ്പത്തിക മേൽക്കോയ്മയുടെ, ധാർഷ്ട്യത്തിന്റെ അരികുപറ്റി ജീവിക്കേണ്ടി വരുന്നവരെ കൂടെ അഡ്രസ് ചെയ്യുകയും അവർക്ക് കൂടെ ആത്മബോധം നൽകുകയും അവർക്ക് കൂടെ ജീവിക്കാനുള്ള എല്ലാത്തരം അനുഭവങ്ങളും സമ്മാനിക്കുകയും ചെയ്യേണ്ടുന്ന മനുഷ്യപ്പറ്റിനെ കുറിച്ചാണ് സാഹിത്യത്തിന്, സർഗാത്മക വ്യവഹാരങ്ങൾക്ക് എക്കാലത്തും അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അധികാര പ്രമത്തതയോടുള്ള ചോദ്യം ചെയ്യലുകളായി മാറിയ സമരകാലങ്ങളെ തന്നെയാണ് നമുക്ക് ഈ സാഹിത്യമെന്ന്, അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതം എന്ന് വിളിക്കാനുള്ളത്. ഈ നഗരിയുടെ പിൻഭാഗത്ത് ഒരു ചർക്ക നിർമ്മിച്ചു വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അത് കേവലം കാഴ്ചയുടെ ആസ്വാദനത്തിന് വേണ്ടി മാത്രം രൂപപ്പെടുത്തിയിട്ടുള്ളതല്ല. ഈ സാഹിത്യോത്സവിന്റെ ജില്ലാ പതിപ്പിന്റെ വിവിധ വേദികളിൽ നിർമ്മിച്ചും വരച്ചും വെച്ചിരിക്കുന്ന പലതരം പണിയായുധങ്ങളുണ്ട്, പലതരം സിംബലുകളുണ്ട്. ഈ സിംബലുകളൊക്കെ പ്രതീകവൽക്കരിക്കുന്നത്, ഈ ചർക്ക പ്രതീകവൽക്കരിക്കുന്നത്, ഈ ചർക്കയിൽ കോർത്ത നൂലുകൾ അത് കേവലം വസ്ത്രത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല, അഭിമാനത്തോടെ നിവർന്നു നിൽക്കാനുള്ള ഒരു മനുഷ്യന്റെ, ഒരു സമൂഹത്തിന്റെ, ഒരു കാലത്തെയായിരുന്നു അത് തുന്നിച്ചേർത്തിരുന്നത്. ചോദ്യം ചെയ്യപ്പെട്ടും അധികാര ധാർഷ്ട്യങ്ങൾക്ക് കീഴൊതുങ്ങിയും ആത്മാഭിമാനം, അസ്തിത്വവും നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹം പലതരം ജാതീയമായ, വിഭാഗീയമായ ചിന്തകളുടെ ഇടയിൽ നിന്ന് സ്വാതന്ത്ര്യബോധത്തിലേക്കും ജനാധിപത്യ സംസ്കാരത്തിലേക്കും വളർന്നു വരാൻ അവർക്ക് വഴി നടത്തിയ ഈ ചർക്കയും അനുബന്ധമായ സിംബലുകളും ആശയങ്ങളും ഒക്കെ ചേർന്നു നിന്ന് മാത്രം സാധിച്ചെടുത്തതാണ് ജനകീയമായ നമ്മുടെ ഈ സാമൂഹിക ഘടനയും അതിന്റെ അടിത്തറയും എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞു വെച്ചത്. നിങ്ങൾ ആലോചിക്കുക, വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാഹിത്യത്തോടും സർഗാത്മക വ്യവഹാരങ്ങളോടുമുള്ള നമ്മുടെ സമീപനത്തിന്റെ രീതിശാസ്ത്രങ്ങളെ കുറിച്ച് എത്ര മനോഹരമാണിത്.
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ 2 മിമ്പറുകൾ ഉണ്ടായിരുന്നു. ഒന്ന്, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലോകാവസാനം വരെയുള്ള മനുഷ്യ സമൂഹത്തെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നമുക്കിന്നും ജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള വഴിതെളിച്ചു വന്ന വാക്കുകൾ ഉജ്ജ്വലമായി പ്രഖ്യാപിതമായ മിമ്പർ. മറ്റൊരു മിമ്പറുണ്ട്, അത് ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് അവിടുത്തെ ആവിഷ്കാരങ്ങൾ അവതരിപ്പിക്കാനുള്ള പാട്ടുകൾ പാടാനുള്ള മിമ്പറായിരുന്നു. ഏതു പാട്ടുകൾ? അത് നേരം പോക്കിന് വേണ്ടി ഒരുമിച്ച് കൂടി അവരെ ഇക്കിളിപ്പെടുത്തിയ പാട്ടുകളല്ല. ഇസ്ലാമിനെതിരെ വരുന്ന, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വരുന്ന എല്ലാത്തരം അധിക്ഷേപങ്ങളെയും പരിഹാസ്യങ്ങളെയും ചോദ്യം ചെയ്യാനും മൂല്യബോധം പ്രകടിപ്പിക്കാനുമുള്ള പാട്ടുകളായി നമ്മൾ അന്ന് മുതലേ പാടിയിട്ടുണ്ട് ഈ പാട്ടുകൾ. ഇന്നിവിടെ നിന്ന് നിങ്ങൾ നോക്കൂ, എത്ര മനോഹരമായാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാർ നമുക്ക് മുമ്പിൽ പാട്ടുകൾ അവതരിപ്പിച്ചത്, കവാലിയും സംഘഗാനങ്ങളും പാടിത്തീർത്തത്. ലക്ഷങ്ങളുടെ ചെലവിൽ ശാസ്ത്രീയ സംഗീതം പഠിച്ച് അവതരിപ്പിച്ച പാട്ടുകളല്ല ഇതൊന്നുമെന്നും, നമ്മുടെ ഗ്രാമ്യവശ്യതയിൽ നിന്ന് ഓരോ ഗ്രാമങ്ങളിലെയും മാത്രം കൂട്ടുകാരാണ് ഓരോ സംഘത്തിലും ഉള്ളതെന്ന് അവർ തെരഞ്ഞെടുത്ത പാട്ടുകളിൽ സ്വന്തമായി പരിശീലനം നേടി പ്രാദേശികമായി മാത്രം ലഭിക്കുന്ന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയാണ് ഇത്രയേറെ മനോഹരമായി ഈ ആവിഷ്കാരങ്ങൾ മുഴുവനും 170 ഇനങ്ങളിലെ മത്സരങ്ങളിലെ ആവിഷ്കാരങ്ങൾ മുഴുവനും നമ്മുടെ ഈ വിവിധ വേദികളിലായി നമ്മൾ അനുഭവിച്ചത് എന്നുകൂടെ പറയുമ്പോഴാണ് ഇസ്ലാമിക സമൂഹം ഇക്കാലം അത്രയും ഏറ്റവും ഗൗരവത്തോടുകൂടെ കൈമാറ്റം ചെയ്ത കലയോടുള്ള, സാഹിത്യത്തോടുള്ള, സർഗാത്മക പ്രവർത്തനങ്ങളോടുള്ള അതിൻ്റെ ജാഗ്രതയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകുന്നത്. മാലകളും മൗലിദുകളും ഇസ്ലാമിക സമൂഹത്തിന്റെ ജീവൽ പ്രധാനമായ ആധാരശിലകളായി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 400 വർഷങ്ങൾക്കപ്പുറത്ത് മലയാളത്തിന്റെ ഭാഷയും ലിപിയും രൂപപ്പെടുന്നതിന് മുമ്പേ അറബി മലയാളത്തിലും സാമുദ്രിക മലയാളത്തിലും ഒക്കെ എഴുതി വെക്കപ്പെട്ട രചനകൾ, മുഹിയുദ്ദീൻ മാലയും ഫതുഹുൽ മുബീനും അടക്കമുള്ള രചനകൾ തീർത്തുവെച്ച, ഉണ്ടാക്കി വെച്ച ഒരു സാംസ്കാരികമായ പൈതൃകമുണ്ട്, ഒരു സാമൂഹികമായ ഘടനയുണ്ട്. നമ്മുടെ നാട്ടും പുറത്തെ സാധാരണക്കാരിയായ അക്ഷരാഭ്യാസം നേടിയിട്ടില്ലാത്ത നിരക്ഷരരായ വല്യമ്മക്ക് പോലും ബിസ്മിയും ഹംദും സ്വലാത്തും മൽസലാമും മുന്നേ എന്ന് പാടാനും അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാനും അത് കൊച്ചുമക്കൾക്ക് വിശദീകരിച്ചു കൊടുക്കാനും മാത്രമുള്ള സർഗാത്മകമായ ബോധ്യം ഉണ്ടായിരുന്നു എന്നത് കൂടെ വായിക്കുമ്പോൾ, എന്നുകൂടെ പറയുമ്പോഴാണ് ഇസ്ലാമിക സമൂഹം എക്കാലവും സ്വീകരിച്ചിരിക്കുന്ന ഈ മനോഹരമായ നിലപാടുകളെ കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാകുന്നത്. അത് ദുഃഖവേളയിലാണെങ്കിലും സന്തോഷവേളയിലാണെങ്കിലും നമ്മൾ മൗലിദുകൾ പാടുന്നു, മാലകൾ ചൊല്ലുന്നു. നമ്മൾ ഒരുമിച്ച് കൂടുന്നിടങ്ങളിലെല്ലാം ഏറ്റവും മനോഹരമായ കവിതയുടെ, നശീതയുടെ ആവിഷ്കാരങ്ങൾ ഉണ്ടാകുന്നു. നാട്ടുംപുറത്തെ സാഹിത്യ സംഘാടനങ്ങളായുള്ള സംഗമങ്ങളിൽ മാത്രമല്ല നമ്മൾ സാഹിത്യം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ വീടകങ്ങളിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും മൗലിദ് ഓതിപ്പോകാത്ത, മാസത്തിൽ ഒരിക്കലെങ്കിലും വിശുദ്ധരായ നമ്മുടെ പൂർവഗാമികളെ കുറിച്ച് മനോഹരമായ കാവ്യങ്ങളും കവിതകളും ഖണ്ഡങ്ങളും ഒക്കെ വായിക്കുകയും പറയുകയും അവതരിപ്പിക്കുകയും ചെയ്യാതെ പോകുന്ന പാരമ്പര്യ വിശ്വാസികളുടെ ഏത് വീടാണ് നമുക്കുള്ളത്? എത്ര താളത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? എത്ര മനോഹരമായാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സംസ്കാരത്തെയും ഒക്കെ ഇങ്ങനെ ചേർത്തു വെച്ച് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത്, വരേണ്യതയുടെ മേൽക്കുപ്പായമിട്ട് മാത്രം അവതരിപ്പിക്കപ്പെടുന്ന കവിതകളെയും കഥകളെയും കുറിച്ചല്ല നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. സാധാരണക്കാരായ അടിത്തട്ട് ജനതയുടെ ജീവാവിഷ്കാരങ്ങളായി നമ്മൾ മാറ്റിയെടുത്ത കവിതകളും കഥകളും ആഖ്യാനങ്ങളും ഉണ്ട്. അതിന് ജീവിതത്തിന്റെ മണമുണ്ട്, അതിന് സംസ്കാരത്തിന്റെ സൗന്ദര്യമുണ്ട്, അതിന് ചേർന്നു നിൽപ്പിന്റെ വശ്യമായ മനോഹാരിതയുണ്ട്. ഇത് വിശിഷ്യ മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനമായ അതിജീവനത്തിന്റെ ഭാഗം കൂടെയായിരുന്നു എന്നതാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. മൊയ്ൻകുട്ടി വൈദ്യരുടെ പാട്ടുകളും ഫതുഹുൽ മുബീൻ അടക്കമുള്ള പ്രതിരോധ കാവ്യങ്ങളും അദ്കിയാവ് പോലെ വിശുദ്ധിയുടെ ഏറ്റവും വിശാലമായ ലോകത്തേക്ക് കടന്നു ചെല്ലാനുള്ള വഴിതെളിക്കുന്ന കവിതകളുമൊക്കെ
ഇസ്ലാമിക സമൂഹത്തിന്റെ സാംസ്കാരിക ഈടുവെപ്പുകളായി ആത്മാഭിമാനത്തോടെ നമുക്ക് പുതിയ കാലത്തും പറയാൻ കഴിയുന്നുണ്ട്. താലോലത്തിന്റെ വരികളിൽ ഹസ്ബി റബ്ബി ജല്ലല്ല പാടാത്ത, അത് ചൊല്ലിക്കേട്ടുറങ്ങാത്ത ഏത് കുഞ്ഞുമോനാണ്, ഏത് കുഞ്ഞുമക്കളാണ് നമ്മുടെ കുടുംബങ്ങളിൽ ബാക്കിയുള്ളത്? നമ്മൾ ആത്മീയാഭയമായി കാണുന്ന മസാറുകളിൽ ബൈത്തുകളുടെയും പാട്ടുകളുടെയും നസീദകളുടെയും കവ്വാലികളുടെയും സങ്കലന മിശ്രണങ്ങളായി നമുക്കത് അഭിമാനിക്കാൻ കഴിയുന്നു. വേദനകളും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ ഈ മസാറുകളിൽ ചെന്ന് പിന്നെയും പാട്ടുപാടുകയാണ്. മരിച്ച വീടുകളിൽ ചേർന്നിരുന്ന് നമ്മൾ മൗലിദിന്റെ ഈരടികൾ ഒന്നിച്ചു പാടി നമ്മുടെ ദുഃഖങ്ങൾ മറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ജൈവികമായി തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ അന്തർലീനമായി കിടക്കുന്ന സാഹിത്യത്തോടും സർഗാത്മക പ്രവർത്തനങ്ങളോടുമുള്ള ഏറ്റവും മനോഹരമായ ഒരു ചേർന്നു നിൽപ്പിന്റെ കുറേ അടയാളങ്ങൾ നമുക്കിങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നത്, സാഹിത്യവും സർഗാത്മക പ്രവർത്തനങ്ങളും ഒക്കെ നാട്ടിലെ സാധാരണക്കാരന്റെ ജീവവായുവും അവന്റെ സാംസ്കാരിക വിനിമയങ്ങളുടെ പ്രതിനിധാനവുമായി മാറ്റിയെടുക്കുകയും അതിന്റെ തുടർച്ചകൾ സാധിക്കുകയും ചെയ്യേണ്ടതിനെ കുറിച്ച് SSF ഗൗരവത്തിൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. 7500 യൂണിറ്റുകളെ കുറിച്ചല്ല നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ലക്ഷക്കണക്കിന് വരുന്ന വീടകങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ സാഹിത്യോത്സവിന്റെ സഞ്ചാരം തുടങ്ങുന്നത്. ബ്ലോക്കുകൾ കഴിഞ്ഞാണ്, മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഗ്രാമങ്ങളിൽ യൂണിറ്റുകളിൽ സാഹിത്യോത്സവം നടക്കുന്നത്. ഈ സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുത്ത് സംസ്ഥാന തലവും കഴിഞ്ഞ് ദേശീയ മത്സരത്തിന് അടുത്ത മാസങ്ങളിൽ ഗോവയിലേക്ക് വണ്ടി കയറുന്ന ഒരു കൂട്ടുകാരനിൽ ഉണ്ടാകുന്ന ദീർഘമായ 4-5 മാസക്കാലത്തെ സർഗാത്മകമായ ബോധ്യങ്ങളും വ്യവഹാരങ്ങളും ചിന്തകളും അവനിൽ രൂപപ്പെടുത്തുന്ന ഒരു സാമൂഹ്യ ബോധമുണ്ട്. രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവുണ്ട്. വായിച്ചു തീർത്ത പുസ്തകങ്ങളിൽ നിന്ന്, അവൻ വായിച്ചു പോയ കഥകളിൽ നിന്ന്, പാടിത്തീർത്ത കവിതകളിൽ നിന്ന്, നിറം നൽകിപ്പോയ ചിത്രങ്ങളിൽ നിന്ന് അവൻ കണ്ടെടുത്തത് ഈ സമൂഹത്തെ ആയിരിക്കും, മനുഷ്യരെ ആയിരിക്കും, അടിത്തട്ട് വിഭാഗങ്ങളെ കുറിച്ചായിരിക്കും. ബുക്ക് ടെസ്റ്റ് മത്സരങ്ങളിൽ, പുസ്തക സംവാദ മത്സരങ്ങളിൽ കേവലം പുസ്തകം വായിച്ചു പോകാൻ മാത്രമുള്ളതല്ലെന്നും അതിന്റെ കേവലാറിവുകളിൽ നിന്നും മാത്രം നമ്മൾ നമ്മുടെ വായന അവസാനിപ്പിക്കരുതെന്നും, മറിച്ച് വിശകലനം ചെയ്ത് ചർച്ച ചെയ്ത് ഓരോ പുസ്തകവും അതിന്റെ ഭാഷയെ, അതിന്റെ സാഹിത്യത്തെ, അതിന്റെ ലക്ഷ്യങ്ങളെ, അതിന്റെ പ്രതിപാദ്യങ്ങളെ, അതിന്റെ തീമുകളെ, പ്ലോട്ടിനെ, സബ് പ്ലോട്ടിനെ ചർച്ച ചെയ്ത് വിശകലനം ചെയ്ത് നിരൂപണ വിധേയമാക്കി അതിനെ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് ചർച്ചയ്ക്കെടുക്കാനും പ്രശ്നവൽക്കരിക്കാനും മാത്രമുള്ള യോഗ്യത ഉണ്ടായിരിക്കണം എന്നതാണ് പുസ്തക സംവാദത്തിലെ മത്സരത്തിന്റെ ഒരു ലക്ഷ്യം. നോക്കൂ നിങ്ങൾ, 7500 യൂണിറ്റുകളിൽ നിന്ന് ഇത്രയും മത്സരങ്ങളിലേക്ക് വായിക്കുകയും എഴുതുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളെ കുറിച്ച് ജില്ലാ സാഹിത്യോത്സവങ്ങൾ കേരളത്തിലെ സംഘടനയുടെ 17 ജില്ലകളിലും ഈ 2 ആഴ്ചകളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 ആഴ്ചക്കാലത്ത് പങ്കെടുക്കുന്ന ഓരോ വിദ്യാർത്ഥികളിലും 170 മത്സരങ്ങളിൽ നിന്ന് അവരുടെ അഭിരുചിക്കനുസരിച്ച് തെരഞ്ഞെടുത്ത ആ മത്സരങ്ങൾക്ക് അനുസൃതമായി നേടിയ ദീർഘകാലത്തെ പരിശീലനങ്ങൾ കൂടെ സ്വാഭാവികമായും സംഭവിക്കുന്നുണ്ട്. അവന്റെ ഭാഷയെ അവൻ നന്നാക്കുന്നുണ്ട്. അവന്റെ സാംസ്കാരികമായ ഇടപാടുകളെ കുറിച്ച് അവൻ ചിന്തിക്കുന്നുണ്ട്. അവന്റെ ബോഡി ലാംഗ്വേജ്, അവന്റെ അവതരണ മികവ്, വാർത്തകൾ കണ്ടെത്താനുള്ള കഴിവ്, വിശകലനം ചെയ്യാനുള്ള ശേഷി, റിസാല വായിച്ച് റിസാല അപ്ഡേറ്റ് കണ്ട് കേട്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മുഖപത്രങ്ങളും അല്ലാത്തതും കാണുകയും വായിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്ത നിരന്തരമായ പരിശീലനങ്ങളിലൂടെയാണ് ഓരോ വിദ്യാർത്ഥിയും ഈ സാഹിത്യോത്സവ കാലത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആ കൂട്ടുകാരിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. സ്വയം നവീകരിക്കാൻ വേണ്ടിയുള്ള ഒരു വിദ്യാർത്ഥിയെ പാകപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകളായി വായനയെയും ഈ സംസ്കാരത്തെയും നമുക്ക് കാണാമെങ്കിൽ ഓരോ സാഹിത്യോത്സവ കാലവും സാധിക്കുന്നത് സമൂലമായ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള വിപ്ലവാത്മകമായ നിക്ഷേപങ്ങളാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. സ്മാർട്ട് വയനാട് പദ്ധതി പ്രഖ്യാപിച്ചു SSF. ദുരിതങ്ങളുടെ ഉരുൾപൊട്ടിയ വയനാട്ടിലെ പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുടെ
ഭാവി പഠനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് 10 പ്രോജക്റ്റുകൾ പ്രഖ്യാപിച്ചു. അസമിലെ വെള്ളപ്പൊക്കം കൊണ്ട് ദുരിതമനുഭവിച്ച സമൂഹത്തെ ചേർത്ത് നിർത്താൻ SSFന്റെ ദേശീയ കമ്മിറ്റിയുടെ കീഴിൽ വിശാലമായ പ്രോജക്റ്റുകൾ രൂപപ്പെടുത്തുകയും അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങളടക്കം നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരേ സമയത്ത് സാധാരണ ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരമായ പുരോഗതിയും അതോടൊപ്പം തന്നെ അവരുടെ സർഗാത്മകമായ ആവിഷ്കാരങ്ങളുടെയും അവരുടെ ശേഷികളുടെ സാധ്യതകൾക്കനുസരിച്ചുള്ള അവസരങ്ങളുടെയും സൃഷ്ടിപ്പ് കൂടെ സാധിച്ചുകൊണ്ട് ഒരു തലമുറയെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയുള്ള നിതാന്തമായ ശ്രമത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് SSFും അതിൻ്റെ സംഘടനാ സംവിധാനങ്ങളും മുഴുവനും. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്, നമ്മൾ ഈ സാഹിത്യോത്സവങ്ങൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഏറ്റവും മനോഹരമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മതമുണ്ട്. മാലകളിൽ നിന്ന്, മൗലിദുകളിൽ നിന്ന്, കവ്വാലികളിൽ നിന്ന് നമ്മൾ ആസ്വദിച്ചൊരു മതമുണ്ട്. അത് കേവലം സാഹിത്യ ഭംഗിയിൽ മാത്രം ഉള്ളതല്ല. ആ മതത്തിന്റെ വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യമാണ്. അത് വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യം തന്നെയാണ്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളിലും ജീവിതത്തിലും വിശുദ്ധ ഖുർആനിന്റെ ആശയ സാകല്യത്തിലും പരന്നു കിടക്കുന്ന വിശുദ്ധമായ ഒരു ജീവിതമുണ്ട്. ഇതിനെ ജീവിക്കാൻ പഠിക്കണം. ഇതിനെ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയണം. നിങ്ങൾ എഴുതുന്ന കഥകളിൽ വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മികമായ മൂല്യങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങൾ എഴുതുന്ന കവിതകളിൽ വിശുദ്ധ മതം തെളിഞ്ഞു നിൽക്കട്ടെ. നിങ്ങളുടെ വായനകളിൽ മതത്തിന്റെ ധാർമ്മികാശയങ്ങൾ നിറഞ്ഞു നിൽക്കട്ടെ. നമ്മുടെ സ്വഭാവങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ വ്യവഹാരങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ, സംസ്കാരത്തിൽ മതം തെളിഞ്ഞു വരട്ടെ. നൽകുന്ന ചിത്രങ്ങളിലും വരയ്ക്കുന്ന വരകളിലും നിറങ്ങളിലും വർണ്ണങ്ങളിലുമൊക്കെ മതത്തിന്റെ ആശയങ്ങളെ ചേർത്ത് നിർത്തി അവതരിപ്പിക്കാൻ, അതിനുള്ള ശേഷിയാർജിക്കാനുള്ള പരിശീലനങ്ങൾ തുടരുക. വായിച്ചു തീർത്ത പുസ്തകങ്ങൾ മടക്കി വെച്ചിനി അടുത്ത സാഹിത്യോത്സവത്തിന് വേണ്ടി കാത്തിരിക്കാതെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഇന്നലെ വരെ അധ്വാനിച്ച നിങ്ങളുടെ വായനകളും നിങ്ങളുടെ ആവിഷ്കാരങ്ങളും പരിശീലനങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുക. വിശുദ്ധ മതത്തിന്റെ ജീവിക്കുന്ന ആവിഷ്കാരങ്ങളായി നമ്മൾ ഓരോരുത്തരും മാറുകയും നമ്മുടെ വിദ്യാർത്ഥി തലമുറക്ക് കൂടെ അതിനെ പ്രകാശനം ചെയ്തു കൊടുക്കുകയും അവരെയും കൂടെ ചേർത്ത് നിർത്തി സാധ്യമാകുന്ന ഒരു സാമൂഹിക വിപ്ലവത്തെക്കുറിച്ച്, ഒരു സാംസ്കാരിക മുന്നേറ്റത്തെക്കുറിച്ച്, ഒരു രാജ്യ നിർമ്മിതിയെക്കുറിച്ച് നിരന്തരമായി ആലോചിക്കുകയും ചെയ്ത് SSFന്റെ സംഘടനാ പദ്ധതികളിലൊക്കെ നമുക്ക് കിട്ടുന്ന എല്ലാത്തരം അവസരങ്ങളും ഉപയോഗപ്പെടുത്തി വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ നവജാഗരണ പ്രവർത്തനങ്ങൾ, മഴവിൽ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളർന്നു വരുന്ന തലമുറയെ ഏറ്റവും മനോഹരമായി രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ആലോചനകളും, വിവിധ ക്യാമ്പസുകളെ, മതകലാലയങ്ങളെ, അക്കാദമിക കലാലയങ്ങളെ, ഹയർ സെക്കൻഡറികളെ തുടങ്ങി നമ്മൾ ലക്ഷ്യം വെക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഇടങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ ആശയത്തെ, വിശുദ്ധമായ മൂല്യങ്ങളെ, ധാർമ്മികതയെ, വിശുദ്ധ മതത്തെ അവതരിപ്പിക്കാനും പ്രകാശിപ്പിക്കാനുമുള്ള അവസരങ്ങളായി ഉപയോഗപ്പെടുത്തുകയും ചെയ്ത് ഇനിയും വലിയ ലക്ഷ്യങ്ങളിലേക്ക്, വലിയ വിജയങ്ങളിലേക്കുള്ള തുടക്കമായി നമ്മുടെ സാഹിത്യോത്സവങ്ങൾ മാറട്ടെ എന്നാശംസിച്ച് മുഴുവൻ കൂട്ടുകാർക്കും അഭിവാദ്യങ്ങൾ അറിയിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശുക്രൻ.